കൂട്ടുകാരെ, ഞാൻ അലവിക്കുട്ടി. അബൂ ഷൈബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വളരെ ഫേമസ് ആയി നിൽക്കുന്ന കുറ്റിച്ചിറ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം കുറ്റിച്ചിറ ബിരിയാണി വളരെ ഫേമസ് ആണ് എന്നുള്ളത്. അപ്പൊ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പൊ ഞാനത് ബസ്മതി റൈസിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. കിടിലൻ കിടക്കാച്ചി ടേസ്റ്റ് ആണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 1 കിലോ അരി, 1 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് പച്ചമുളക് ചതച്ചത്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ തന്നെ 1 കപ്പ് തൈര്. ഇത് മൂന്നും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നല്ലതുപോലെ മിക്സിങ് നടന്നിട്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്നൊരു വെള്ളം ഉണ്ടല്ലോ, ആ ചാറ് ഇങ്ങോട്ട് പുറത്തേക്ക് വരണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴയ്ക്കുക. നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കാനൊന്നും പാടില്ല. ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ ഇതിലേക്ക് 1 കിലോ കോഴിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോഴി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം ഒരു ചെറിയ തീയിലായിട്ട് ഇങ്ങനെ കത്തിക്കുക, സ്റ്റൗവ് വെച്ചിട്ട്. അപ്പോൾ ചെറിയ തീയിലായിട്ട് അത് സ്റ്റൗവിൽ വെച്ച് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. ചോറ് സെയിം പ്രോസസ്സിങ്, നെയ്ച്ചോറിൻ്റെ അതേ പ്രോസസ്സിങ് ആണ്. നമ്മൾ അതിന് വേണ്ടി ഡാൽഡ എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്ത് നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. അതുപോലെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കോരി മാറ്റുക. എന്നതിന് ശേഷം അതുപോലെ പട്ട, ഏലക്കായി, ഗ്രാമ്പൂ എല്ലാം ഇട്ടിട്ട് നെയ്ച്ചോറിന് വേണ്ടിയുള്ള ഇത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇത് നമ്മുടെ ബസ്മതി അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഇവിടെ കൈമ റൈസ് കൊണ്ട് അത് ഉണ്ടാക്കാറ്. പക്ഷെ ബസ്മതി റൈസ് കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തൊക്കെ നമ്മൾ കോരി മാറ്റിയാണ്. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എല്ലാം ചേർത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, വെള്ളം തിളച്ച് വരുന്നവരെ ഒന്ന് മൂടി വെക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് അവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വെക്കുക. അപ്പോൾ തിളച്ച് വരട്ടെ. എന്നതിന് ശേഷം നമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതാക്കിയാൽ മതി. നെയ്ച്ചോറിൻ്റെ അതേ കണ്ടീഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ലെയറായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഉള്ളി വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡെക്കറേഷനും ചെയ്യുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക കറച്ച്. എന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ലെയറായിട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കളറൊന്നും കൊടുക്കുന്നില്ല. ഒരു പ്രിസർവേറ്റീവ്, ഒരു കളറോ ഒന്നുമില്ല. ഇത് പിന്നെ നാച്ചുറലായിട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായി ഡെക്കറേറ്റ് ചെയ്യുക. അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കുക. അതുപോലുള്ള ഐറ്റംസാണിത്. അപ്പോൾ ബിരിയാണിയുടെ എല്ലാ സെറ്റിങ്സും കഴിഞ്ഞു. ഇനി പിന്നെ മൈദപ്പൊടി കുഴച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പിന്നെ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് മൂടി വെച്ച് അടച്ചാൽ നല്ല സ്ട്രോങ് ആയി കിട്ടും മൈദപ്പൊടി. അപ്പോൾ നന്നായി ഒട്ടി പിടിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ ദമ്മിടുക. അപ്പോൾ മാഷാ അല്ലാഹ് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയി നിൽക്കുന്ന കുറ്റിച്ചിറ ബിരിയാണി നമ്മൾ കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബസ്മതി റൈസിൽ ഉണ്ടാക്കി നോക്കിയതാണ്. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അബൂ ഷൈബ കിച്ചൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.